ജലനിരപ്പ് കുറയ്ക്കാൻ പറ്റൂല. കാരണം സുർക്കിയെല്ലാം ഒഴുകിപ്പോയി അവിടെ ഇപ്പൊ വെള്ളവും ചെളിയാണ്. ആ ജലനിരപ്പ് കുറച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയും, ഡാം അപ്പൊ തന്നെ വീഴും. കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഉറക്കക്കെടുത്തുന്ന മുല്ലപ്പെരിയാർ ഒരു നൂറ്റാണ്ട് മുൻപ് സിമന്റ് ലഭ്യമല്ലാതിരുന്ന കാലത്ത് കെട്ടി ഉയർത്തിയ ഒരു സുർക്കി അണക്കെട്ട്. മുൻഭാഗത്തും പിൻഭാഗത്തും കരികിൽ വെച്ച് നടുവിൽ ചുണ്ണാമ്പും ഇഷ്ടികപ്പൊടിയും ചേർത്തുണ്ടാക്കിയ പരമ്പരാഗത മിശ്രം. എന്നാൽ ആ നിർമ്മിതി ഇന്നും എത്രത്തോളം സുരക്ഷിതമാണ്? നിരന്തരം വെള്ളം വലിച്ചിറങ്ങി ഉള്ളിലെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അലിഞ്ഞു പോകുന്നു. ബോണ്ടിംഗ് ശേഷി നഷ്ടപ്പെട്ട് ആ സുർക്കി മിശ്രിതം വീണ്ടും മണ്ണ് പോലെയായി മാറുന്നു. വർഷങ്ങളോളമുള്ള ജലസമ്മർദ്ദവും അപ്രതീക്ഷിതമായി എത്തുന്ന ഭൂചലനങ്ങളും തളർത്തുന്ന ഈ പദാർത്ഥ ക്ഷീണം വെറും ഒരു അറ്റകുറ്റപ്പണി കൊണ്ട് മാത്രം തടയാൻ കഴിയുമോ? ഒരു ആധുനിക കോൺക്രീറ്റ് ഡാമിന്റെ ആയുസ് പോലും 50 മുതൽ 100 വർഷം വരെയാണ്. പുറമെയുള്ള കോൺക്രീറ്റിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് മാറ്റം വരുത്താം. എന്നാൽ ഉള്ളിലെ ഇന്റേണൽ കോറിന് ബലക്ഷയം സംഭവിച്ചാൽ ഡാം പൊളിക്കാതെ അത് പുനഃസ്ഥാപിക്കാനാകില്ല. അടിത്തട്ടിൽ രൂപപ്പെടുന്ന ഏക്കലും ഭൂമിയുടെ അടിയിലെ അജ്ഞാതമായ ചലനങ്ങളും ഉയർത്തുന്ന ഭീഷണി നിസ്സാരമല്ല. ഐക്യരാഷ്ട്രസഭയുടെ UNUINWH ഏജൻസിയുടെ മുന്നറിയിപ്പ് പ്രകാരം മുല്ലപ്പെരിയാർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അപകട സാധ്യതയുള്ള അണക്കെട്ടുകളിൽ ഒന്നാണ്. കേബിളുകൾ കൊണ്ട് പാറയുമായി ബന്ധിപ്പിച്ചും കോൺക്രീറ്റ് ഭിത്തികൾ പണിതും ബലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു ദുരന്തത്തെ തടഞ്ഞു നിർത്താൻ ഇവയ്ക്ക് എത്രത്തോളം കഴിയും? പഴക്കം ചെന്ന ഘടനയും ഉൾക്കാമ്പിനുണ്ടാവുന്ന ക്ഷയവും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. കൃത്യമായ പരിശോധനകളും അടിയന്തര സുരക്ഷാ നടപടികളും വൈകുന്ന ഓരോ നിമിഷവും ദീർഘകാല സുരക്ഷിതത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.